ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മൾ ഒരു അപ്രിയ സത്യം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം ഒരുപാട് നമ്മളുടെ മുസ്ലിം സഹോദരന്മാർക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടില്ല ഇത് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാവുന്ന ഒരു സത്യമായതുകൊണ്ട് അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാതെ പറ്റില്ല എന്നുള്ളതാണ്. സോ നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ഹലാൽ അല്ലെങ്കിൽ ശരിയ കംപ്ലയൻ്റ് ആണെന്ന് വിശ്വസിച്ച് ചെയ്തിട്ടുള്ള ടാറ്റ എത്തിക്കൽ ഫണ്ടും അതുപോലെ തന്നെ ടോറസ് എത്തിക്കൽ ഫണ്ടും ഇപ്പോൾ ഹലാലാണോ? ഇപ്പോൾ എന്ന് ഞാൻ പറയാൻ കാരണം അറ്റ് പ്രസന്റ്, അതായത് ഈ ഒരു ഡേറ്റിന് അത് ഹലാലാണോ എന്നുള്ളതാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ചിലപ്പോൾ അത് ഹലാലായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ സൈക്ലിക്കലി അല്ലെങ്കിൽ ടൈം ടു ടൈം ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരും. അതിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ ചിലത് നഷ്ടം വരുന്ന സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫണ്ട് മാനേജേഴ്സ് വിൽക്കുകയും പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന സമയത്ത് പുതിയ കോമ്പോസിഷൻസ് സ്റ്റോക്കിൽ വരുന്ന പുതിയ കോമ്പോസിഷൻസ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ അപ്ഡേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കുമ്പം ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിന് ചിലപ്പം ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തോണമെന്നില്ല. നമുക്കറിയാം ദെർ ആർ 5 കണ്ടീഷൻസ് ടു ബി ശരിയ കംപ്ലയൻറ്റ്. അതറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു സെഗ്മെൻറ്റിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് ശരിയാ കംപ്ലയൻ്റ് അല്ല എന്നാണ് പറയുക. അപ്പം ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഒരുപാട് സ്റ്റോക്കുകൾ കോമ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോറസിലും ഒരുപാട് സ്റ്റോക്കുകൾ കോമ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പോസിഷനിൽ ചില സ്റ്റോക്കുകൾ ആക്ച്വലി അറ്റ് പ്രസൻറ്റ് ഹലാലല്ല, ശരിയാ കംപ്ലയൻ്റ് അല്ല. ചില ക്രൈറ്റീരിയകൾ അതിൽ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്നും ഏതൊക്കെ ക്രൈറ്റീരിയകളാണ് അവർ കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് എന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. അത് രണ്ടാമത്തെ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ പറയുന്നത് എന്താണ് ശരിയാ കംപ്ലയൻ്റ് അല്ലെങ്കിൽ ഹലാൽ കംപ്ലയൻ്റ് എന്ന് പറയാനുള്ള 5 ക്രൈറ്റീരിയ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ്ലാമിക് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ളൊരു ആപ്പാണിത്. അപ്പോൾ ഈ ഒരു ആപ്പ് പ്രകാരം നമുക്ക് വരുന്നത് 5 കണ്ടീഷൻസ് ആണ്. ഒരുപാട് നല്ല അനാലിസിസും കാര്യങ്ങളൊക്കെ ഇസ്ലാമിക് സ്കോളേഴ്സ് ത്രൂ കിട്ടുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ബിസിനസ് എന്നുള്ളതാണ്. അതിൽ പറയുന്നത് ബിസിനസ് ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഇതാവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇൻട്രസ്റ്റ് ബിയറിംഗ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അസറ്റ് ആവാൻ പാടില്ല. മദ്യം, ലിക്കർ അല്ലെങ്കിൽ മയക്കുമരുന്ന് അത്തരത്തിലുള്ള അണത്തിക്കൽ പ്രാക്ടീസ് ആവാൻ പാടില്ല. പോണോഗ്രാഫി ആവാൻ പാടില്ല. പിഗ് ബിസിനസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഗ്യാംബ്ലിംഗ് ആവാൻ പാടില്ല. അത്തരം നിഷിദ്ധമായിട്ടുള്ള കുറച്ച് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അത്തരം ബിസിനസ്സുകളായിരിക്കരുത് കമ്പനിയുടെ കോർ ആക്ടിവിറ്റി എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇംപെർമിസിബിൾ ഇൻകം ടു ടോട്ടൽ റവന്യൂ. അതായത് ഒരു കമ്പനിയുടെ ഇംപെർമിസിബിൾ ഇൻകം എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 5% കൂടാൻ പാടില്ല. അതായത് നോൺ പെർമിസിബിൾ ആയിട്ടുള്ള ഇൻകം, മറ്റു ഇൻവെസ്റ്റ്മെൻറ്റ്സിലും മറ്റ് ഇൻട്രസ്റ്റിലൊക്കെ റിസീവ് ചെയ്യുന്ന ഇൻകം ഉണ്ടാവും കമ്പനികൾക്ക്. പല സ്ഥലത്തും ആ ഒരു പർട്ടിക്കുലർ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻകം ഉണ്ടാവും. അത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഇൻകം ആയിരിക്കാം. അപ്പം ആ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം 5% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 5% കൂടാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെറ്റ് ടു ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 33% കൂടാൻ പാടില്ല. അതായത് വേറെ ഏതെങ്കിലും ബാങ്കിലോ മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാതെ പറ്റില്ല ഒരു കമ്പനിക്ക്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ബിയറിംഗ് ഇൻകം ടോട്ടൽ അസറ്റിൻ്റെ 33, ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റിൻ്റെ 33% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് പ്രകാരം ഇതൊക്കെ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാസ് എന്നിങ്ങനെ കാണിക്കും. നാലാമത്തെ കണ്ടീഷൻ ഇല്ലിക്വിഡ് അസറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ. അതായത് ഇല്ലിക്വിഡ് അസറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അസറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ പോലത്തെ വലിയ ഫിക്സഡ് അസറ്റാണ്. ഇപ്പോൾ ക്യാഷ് ഇക്വലൻ്റ് ഒക്കെയാണ് ഭയങ്കര ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇല്ലിക്വിഡ് അസറ്റ് എപ്പോഴും നമുക്ക് എന്താ പറയുക 20% കൂടുതൽ വേണം എന്നുള്ളതാണ് ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നത്. അതുപോലെ തന്നെ നെറ്റ് ലിക്വിഡ് അസറ്റ് വേഴ്സസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. പിന്നെ നോൺ കംപ്ലയൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു ടോട്ടൽ അസറ്റ് അതും 33% കൂടാൻ പാടില്ല എന്നുള്ളതാണ്. നോൺ കംപ്ലയൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ശരിയാ കംപ്ലയൻ്റ് അല്ലാത്ത കമ്പനികളിൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനി വേറെ കമ്പനികളുടെ ഷെയർസ് ഒക്കെ വാങ്ങിക്കും. അവർക്കും പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാവും. അതിന് ഡിവിഡൻഡ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടാവും, വേറെ തരത്തിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇൻകം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ശരിയാ കംപ്ലയൻ്റ് ആയിട്ടുള്ള കമ്പനികളിൽ നടത്തുക എന്നുള്ളതാണ്. ഇനി ശരിയാ കംപ്ലയൻ്റ് അല്ലാത്ത കമ്പനികൾ നടത്തുന്നുണ്ടെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ് 33% ടോട്ടൽ അസറ്റിൻ്റെ 33% കൂടാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു ക്രൈറ്റീരിയ. അപ്പം ഈ ഒരു 6 ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ആപ്പിൽ നമുക്ക്
പാസ് എന്നുള്ള മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ എൽടി ഫൂഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്കിനെ പറ്റിയാണ് അനലൈസ് ചെയ്തത്. അത് ഒരു ഹലാൽ കംപ്ലയന്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് എല്ലാ കണ്ടീഷൻസും പാസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 6 കണ്ടീഷനാണ് നമ്മളിപ്പോൾ ഒരു ഇസ്ലാമിക് സ്കോളേഴ്സിന്റെ ഒരു രീതിയിൽ എടുത്ത് നോക്കുന്നത്. ഇസ്ലാമിക് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് പറയുന്ന മാർഗ്ഗനിർദ്ദേശമാണ്. അത് പ്രകാരമാണ് നമ്മളിപ്പോൾ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. വേറെയും കുറേ ആപ്പുകളുണ്ട്. ഇസ്ലാമിക്കലി ഉണ്ട്. അതുപോലെ തന്നെ മുഫസ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഇതിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സെഗ്മെന്റിലേക്ക് പോവാണ്. നമ്മൾ പറഞ്ഞ പോലെ ടാറ്റ എത്തിക്കൽ ഫണ്ട് ഇപ്പോൾ അതിൽ കോമ്പോസിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതിലേതെങ്കിലും ഈ ഏതെങ്കിലും സ്റ്റോക്ക് ഈ ഒരു പാരാമീറ്റേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ കോമ്പോസിഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റോക്കാണ് അവരുടെ പോർട്ട്ഫോളിയോയിലുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് റുപ്പി വെസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അതിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് റെഗുലർ എന്ന് അടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ പല കാര്യങ്ങളും കാണാം. സ്നാപ്ഷോട്ട് കാണാൻ പറ്റും. പിന്നീട് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു കോമ്പോസിഷൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്. 5.92% ആണുള്ളത്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, HCL ടെക്നോളജീസ്, കമിൻസ് ഇന്ത്യ, അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ അതിലുണ്ട്. ഏറ്റവും കുറവ് വെയിറ്റേജ് വന്നിട്ടുള്ളത് സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം മൊത്തത്തിൽ ഏകദേശം അത്യാവശ്യം നല്ല ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് തന്നെ ഈ ഒരു കോമ്പോസിഷനിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏകദേശം എല്ലാം നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചെണ്ണം നോക്കാം. ഇതിൽ ഏതെങ്കിലും 3ഓ 4ഓ സ്റ്റോക്കുകൾ തന്നെ ഫെയിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹലാൽ കംപ്ലയൻസ് പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. TCS എന്നുള്ളതാണ്. ഓക്കെ, TCS എടുത്ത് കഴിയുമ്പോൾ 2 കണ്ടീഷൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ ഇംപെർമിസിബിൾ ഇൻകം ടു ടോട്ടൽ റവന്യൂ 33% കൂടുതലാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടുതലായിട്ടുണ്ട്. അതുപോലെ ഇല്ലിക്വിഡ് അസറ്റ് ടു ടോട്ടൽ റേഷ്യോ അതും ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, 20% കൂടുതലാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അത് കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ 2 കണ്ടീഷൻസും ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഹലാലല്ല. അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഫസ്റ്റ് സ്റ്റോക്ക് തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് തന്നെ ഹലാലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് വരുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. സോറി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതിൽ വലിയ വിഷയം വരുന്നില്ല. അടുത്തത് HCL ടെക്നോളജീസ് ആണ്. HCL ടെക്നോളജീസിൻ്റെ കേസിൽ ഡൗട്ട്ഫുൾ എന്നാണ് പറയുന്നത്. ബിസിനസ്സിൻ്റെ കേസിൽ ഈ ഒരു പർട്ടിക്കുലർ ആപ്പ് ഇത്തിരി ഡൗട്ട്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഏതോ ഒരു പർട്ടിക്കുലർ മീൻസ് ബിസിനസ് അവർക്ക് ഇത് ഹലാലായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഡൗട്ട്ഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. കമിൻസ് ഇന്ത്യ ഓക്കെയാണ്, കംപ്ലയൻറ്റ് ഹലാലാണ്. അടുത്തത് നമുക്ക് നോക്കാവുന്നത് അൾട്രാടെക് സിമെൻ്റ് ആണ്. അൾട്രാടെക് സിമെൻറ്റും ഹലാലാണ്. അപ്പോൾ ഇതുവരെ വന്നതിൽ TCS മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. പക്ഷേ TCS അത്യാവശ്യം വെയിറ്റേജ് ഉള്ളത് കൊണ്ട് അതൊരു പ്രോബ്ലം തന്നെയാണ്. സീമെൻസ് ഓക്കെയാണ്. പിന്നീട് SRF ആണ് വരുന്നത്. SRF ഓക്കെയാണ്. ഡോക്ടർ റെഡ്ഡീസ് ഡോക്ടർ റെഡ്ഡീസ് ഓക്കെയാണ്. പിന്നെ വരുന്നത് ആൽക്കം ലാബ് ഓക്കെയാണ്. സിപ്ല ഓക്കെയാണ്. ടെക് മഹീന്ദ്ര ഓക്കെ അല്ല. ഇംപെർമിസിബിൾ ഇൻകം ടു ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഫെയിൽ ആയിട്ടാണ് കാണിക്കുന്നത്. 5% കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കൂടിയിട്ടുണ്ട്. വന്നിട്ടുള്ളത് 15.73% ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ ക്വാർട്ടറിലും റിസൾട്ട് വരുന്നതിനനുസരിച്ച് ഇതിലുള്ള സ്കോറും മാറും. അപ്പം നമുക്ക് അതൊരു ഭയങ്കര സ്ട്രിഞ്ചൻറ്റ് പ്രാക്ടീസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അടുത്ത ക്വാർട്ടർ ആകുമ്പം ഈ ഒരു എന്താ പറയുക പർട്ടിക്കുലർ ക്രൈറ്റീരിയ ഓക്കെ ആയിട്ടും വരാം എന്നുള്ളതാണ്. അപ്പം നമ്മളതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ 2 എണ്ണമായി. ഇപ്പം ടെക് മഹീന്ദ്രയും ലിസ്റ്റിൽ നിന്ന് പോയി. ശ്രീ സിമൻസ് ആണ് അടുത്ത നോക്കുന്നത്. ശ്രീ സിമൻസ് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഹാവൽസിൻ്റെ കേസിൽ ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ,
അപ്പോൾ നേരത്തെ HCL ടെക്നോളജീസിന്റെ കേസിലെങ്ങാനും ഡൗട്ട്ഫുൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം ഇപ്പോൾ ഡൗട്ട്ഫുള്ളും ആയി. പിന്നെ കാർബറാണ്ടം യൂണിവേഴ്സൽ. അത് ഓക്കെയാണ്. എല്ലാ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈഡ് ആണ്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ. ഫോർട്ടിസും ഓക്കെയാണ്. അടുത്തത് വോൾട്ടാസ്. വോൾട്ടാസ് ഓക്കെ അല്ല. വോൾട്ടാസ് നോൺ കംപ്ലയന്റ് ഇൻവെസ്റ്റ്മെന്റ് 33% കൂടുതലാണ്. ജസ്റ്റ് കൂടുതലേ ഉള്ളൂ. ഇപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും 33.81% എന്നുള്ളതാണ്. ഈവൻ 1% പോലും കൂടുതലല്ല. അപ്പോൾ അത്തരം ഭയങ്കര സ്ട്രിൻജന്റ് ആയിട്ട് നമ്മൾ അതിനെ നോക്കുകയാണ്. ഭയങ്കര എന്താ പറയുക, റിജിഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇതിലൊരു പ്രോബ്ലം ഉള്ളൂ. നമ്മൾ അടുത്തൊരു ക്വാർട്ടർ വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഒക്കെ മാറി മറിഞ്ഞ് വീണ്ടും ഹലാലായി വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ കുറച്ചുകൂടെ സബ്ജക്റ്റീവാണ്. നമ്മൾ പേഴ്സണൽ ഒരു ഡിസ്ക്രിപ്ഷന് കൂടി ഇതിൽ ഒരു ഇതുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഗോദ്റെജ് ആണ് അടുത്തത്. ഗോദ്റെജ് ഇൻഡസ്ട്രീസ് സോറി കൺസ്യൂമർ പ്രൊഡക്ട്സ് അത് ഓക്കെയാണ്. ഗോദ്റെജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ഓക്കെയാണ്. അടുത്തത് ബെല്ലാണ്. ഭാരത് ഹെവി ലിമിറ്റഡ്. ബെല്ല് ഓക്കെ അല്ല. ബെല്ല് ഇല്ലിക്വിഡ് അസറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ 17.13 ആണ് വന്നിട്ടുള്ളത്. അത് 20% കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫെയിലായിപ്പോയി. അപ്പം ബാക്കി നമ്മൾ നോക്കുന്നില്ല. ഇഷ്ടംപോലെ ഒരുപാട് സമയം പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 5-6 എണ്ണം ഹലാലല്ലാതെ കണ്ടെത്താൻ പറ്റി. അതുപോലെ 2-3 എണ്ണം ഡൗട്ട്ഫുൾ ആയിട്ടും കണ്ടെത്താൻ പറ്റി. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഡിക്ലെയർസ് ദ ടാറ്റ എത്തിക്കൽ ഫണ്ട് ഈസ് നോ മോർ എ ഹലാൽ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ യു ക്യാൻ വെയിറ്റ് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ഇത് വീണ്ടും മാറി മറിഞ്ഞ് വരുമോ എന്നുള്ളത്. അല്ലെങ്കിൽ വളരെ എന്താ പറയുക, റിജിഡ് ആയിട്ട് നോക്കുന്നവർക്ക് ലെറ്റ് ദം എക്സിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഇനി റിജിഡ് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതായത് നിഷിദ്ധമായിട്ടുള്ള ബിസിനസ് ഏതെങ്കിലും കമ്പനി പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. ഞാൻ പേഴ്സണലി ഒന്നും പറയുന്നില്ല. ഞാനിതിൻ്റെ ന്യൂസ് നിങ്ങളെടുത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ടോറസ് എന്ന് ഉള്ള ആ ഒരു ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ടിൻ്റെ കോമ്പോസിഷൻസ് നമുക്ക് നോക്കാം. പോർട്ട്ഫോളിയോയിൽ എടുത്ത് നോക്കാവുന്നതാണ്. അതിൽ HCL ടെക്നോളജീസ് ഓൾറെഡി ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടു. നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല, ഡൗട്ട്ഫുൾ ആണ്. ടാറ്റ കൺസൾട്ടൻസി ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടു. ടെക് മഹീന്ദ്ര കണ്ടു, ഹലാലല്ല. അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ലിസ്റ്റിലും അത്തരം സ്റ്റോക്കുകൾ വന്നതുകൊണ്ട് ഐ തിങ്ക് ദിസ് ഈസ് ആൾസോ ഔട്ട് ഓഫ് ദി ശരിയാ കംപ്ലയൻസ് ലിസ്റ്റ്. അപ്പോൾ ഇതിനെ പറ്റി വേണമെങ്കിൽ ടാറ്റ മീൻസ് ടോറസിനെ പറ്റി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കംപ്ലീറ്റ് അനാലിസിസ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഓൾറെഡി നമ്മൾ ഈ സ്റ്റോക്കുകൾ നേരത്തെ മറ്റേ ഫണ്ടിലും കണ്ട സ്ഥിതിക്ക് അറ്റ് പ്രസൻറ്റ് അതും ഹലാലല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2 മ്യൂച്വൽ ഫണ്ടും ഇപ്പോൾ ഹലാൽ അല്ല എന്നുള്ളതാണ് ഈ ഒരു 5 കണ്ടീഷനെ ബേസ് ചെയ്ത് മാത്രം നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, റിജിഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ദേ ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഇഫ് യു ആർ കൺസേൺഡ്. അതർവൈസ് യു ക്യാൻ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് റിസൾട്ട്. കാരണം ഓരോ ക്വാർട്ടറിലും റിസൾട്ട് മാറുന്നതിനനുസരിച്ച് ഈ കംപ്ലയൻസ് ചിലപ്പം ഓക്കെ ആയി വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇതിന് ടൈം ടു ടൈം വരുന്ന എന്താ പറയുക കമ്പോസിഷൻസും റീ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നുള്ളത്. അപ്പോൾ സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇനി സ്റ്റോക്സിലൊക്കെ നന്നായിട്ട് SIP ചെയ്യാം. ഹലാൽ സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സ്റ്റോക്സ് അവൈലബിൾ ആണ്. നമ്മൾ ഹലാൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇഷ്ടംപോലെ ഹലാൽ സ്റ്റോക്കിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് SIP ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദെർ ആർ മൾട്ടിറ്റ്യൂഡ് ഓഫ് വേസ് ടു ഡു ഇറ്റ്. ഓൺലി ഇത് ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. സോ നമുക്ക് ഹലാൽ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചുള്ള സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടി നമുക്ക് കൂടുതൽ റിസർച്ച് ചെയ്ത് തുടങ്ങാം. അതുപോലെ ഇങ്ങനത്തെ ഹലാൽ സ്റ്റോക്സ് മാത്രമുള്ള ചിലപ്പോൾ ഏതെങ്കിലും ഫണ്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം കൂടുതൽ റിസർച്ച് ചെയ്തിട്ട്. അപ്പം നമ്മുടെ മുസ്ലിം സഹോദരന്മാർ കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളത് നമുക്കറിയാലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹലാൽ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചും ഹലാൽ സ്റ്റോക്കിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇത്തരത്തിൽ എന്താ പറയുക, ഈ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മളൊരു സ്ക്രീനർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീനർ വേണം എന്നുണ്ടെങ്കിൽ ഹലാൽ സ്ക്രീനർ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഐ ക്യാൻ സെൻഡ് യു ദാറ്റ് സ്ക്രീനർ. ഓക്കെ.
സോ, സ്റ്റോക്ക് സ്ക്രീൻ ചെയ്യുന്ന ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം ഒരു സ്റ്റോക്ക് സ്ക്രീനർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീനറിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ അതിൻ്റെക്കുള്ളൊരു ആക്സസോ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. സോ ജസ്റ്റ് കമന്റ് ഡൗൺ ഹലാൽ സ്ക്രീനർ എന്ന്. ഓക്കെ. സോ സീ യു വിത്ത് അനദർ ഗുഡ് വീഡിയോസ് അബൌട്ട് ഹലാൽ ഇൻവെസ്റ്റിംഗ്. Let's see in the playlist. Okay, next time. Salam. Assalamu alaikum. Bye bye.